ട്രാവൽ ബ്ലോഗായിട്ട് മാത്രമല്ല, ഞാനിന്നൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഗൾഫിലുള്ളവർ, അപ്പോൾ നാട്ടിൽ നല്ല മഴയാണെന്നറിയാം, നാട്ടിലും ചൂട് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഗൾഫിൽ നല്ല ചൂടാണ്, എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിത് പറയാതെ തന്നെ എല്ലാവർക്കും ചിലവർക്കെല്ലാം അറിയാമായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എനിക്കെന്നല്ല, എൻ്റെ ഹസ്ബൻഡിനും എനിക്കും എല്ലാം നേരിടേണ്ടി വന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു, കാരണം രാവിലെ തൊട്ടേ ഞങ്ങൾ അത്രയ്ക്ക് ടെൻഷനില്ലായിരുന്നു. ഞാനൊന്നിനും ഒരു വീഡിയോ നോക്കാനോ ഒന്നിനും ഞാൻ വന്നിട്ടോ ഒന്നുമില്ല. അപ്പോൾ എന്താണെന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ പറയാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുതിച്ചത്. ഒന്നാമത് ഫ്രൈഡേ ആണ്, ഹസ്ബൻഡിന് ലീവാണ്, പിന്നെ കുട്ടികൾക്കായാലും ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഉറങ്ങിയാല ഇവിടെ ആരും, കുട്ടികളായാലും ഞങ്ങളായാലും ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങിയാല. അപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നമ്മൾ വീട്ടിൽ പത്തിരിയെല്ലാം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ പത്തിരിയെല്ലാം കഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു. മോള് കുറച്ചേ കഴിക്കൂ, എന്നാലും അതെല്ലാം കൊടുത്തിട്ട് അവൾ കളിക്കാൻ തുടങ്ങി. കാരണം പുറത്തിറങ്ങാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബെഡ്റൂമിൽ തന്നെ ഒരു AC ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നിട്ട് കളിക്കുമല്ലോ, ചൂടങ്ങനെ അറിയേയില്ല അങ്ങനെ. അപ്പോൾ അല്ലാതെ ദിവസങ്ങളിൽ മക്കൾ അവരങ്ങനെ AC റൂമിൽ തന്നെ ആയിട്ട് ഇരിക്കാറൊന്നുമില്ല. പുറത്തിറങ്ങും, ഇപ്പുറത്തെ റൂമിലെല്ലാം വരും. അപ്പോൾ എല്ലാ റൂമിലും AC ഇട്ടൊന്നും വെക്കാറില്ല, ഒരു ബെഡ്റൂമിൽ മാത്രമാണ് നമ്മൾ AC ഇട്ട് വെക്കാറ്. അപ്പോൾ ഇപ്പുറത്തെല്ലാം കുറച്ച് നടക്കും. ഇത് രാവിലെ എണീറ്റ് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കുറച്ച് കളിക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നതാണ് മക്കളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡെല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളപ്പുറത്തൊന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്നാണ് ഞാൻ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നതേ ഉള്ളൂ. ആ സമയത്താണ് മോള് കുഴഞ്ഞിട്ട് വീണ് പോയത്. വീണില്ല, കാരണം കുറച്ച് വലിയ മോളുടെ തോളത്തേക്കാണ് മോള് ചാരിയിട്ട് നിന്നത്. കാരണം അവളുടെ അടുത്തില്ലെങ്കിൽ മോള് താഴെ വീഴുമായിരുന്നു, അത്രക്കും ഇതായിപ്പോയി. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കിന് മോൾക്ക് ശ്വാസമില്ല, മോളാകെ കുഴഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന്. അതുപോലെ അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവും. കാരണം ആകെ മോള് നീലിച്ചിട്ടുണ്ട്, ചുണ്ടായാലും എല്ലാം വിളറിയിട്ട് ആകെ മുഖമെല്ലാം വെളുത്ത് പോയിട്ടാണെന്നുണ്ട് നല്ലോണം. ഒരു ചുവപ്പിൻ്റെ ഒരു ഇതെങ്കിലും ഇല്ല, ഒരു ചോര ഇല്ലാത്ത പോലെ മോള് അങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ സമയത്ത് പെട്ടെന്ന് മുഖത്തേക്ക് വെള്ളമെല്ലാം കൊടിഞ്ഞ്. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം വെള്ളം കൊടിഞ്ഞു പോയാൽ അതും പ്രശ്നമാവും. ഇപ്പോൾ എന്താ പറ്റിയത് നമുക്കറിയില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ മോളെ എടുത്ത്. ആ സമയത്ത് മോളൊന്നിങ്ങനെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കി, പിന്നെയും മോള് പിന്നെയും കണ്ണടച്ചു. കുറേ നേരത്തേക്ക് മോൾക്ക് പിന്നെ അങ്ങനെ തന്നെ ആയിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. നമുക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്കിന് മോളെ കൈയും കാലും ആകെ തണുത്തിട്ട് ഒരു ചൂടും ഇല്ലാതെ അത്രയ്ക്ക് തണുപ്പാണ് മോളെ കൈയും കാലെല്ലാം. മോള് പിന്നെയും കുഴഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഒരു ഇതും ഇല്ല, ഒരു അനക്കവും ഇല്ല, കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തോന്നി മോള് കൈയും കാലെല്ലാം തണുത്തിട്ടല്ലേ ഉള്ളത്, അപ്പോൾ ഒന്ന് ചൂട് കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ലോണം കൈയും കാലെല്ലാം നല്ലോണം നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് ചൂട് കൊടുത്ത് മോൾക്ക് നല്ലോണം. പിന്നെ ഞാൻ AC റൂമിൽ നിന്ന് ഇപ്പുറത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലത്തെ ഹാളിൽ കൊണ്ടുവന്നിട്ട് എത്തി. അവിടെ AC തണുപ്പൊന്നും ഇല്ലല്ലോ, അവിടെ ഒരു 2 ഫാൻ ഇട്ടിട്ട് മോളെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ കുറച്ച് ചൂട് വെള്ളമെല്ലാം കുടിക്കാൻ കൊടുത്ത് മോൾക്ക്. അങ്ങനെ എല്ലാം ആയിട്ട് കുറച്ചാകുമ്പോഴത്തേക്ക് മോൾക്ക് ശ്വാസമെല്ലാം കുറച്ച് നേരം വീണു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മോളൊന്ന് നോർമലായത്. പിന്നെ കുറച്ച് നോർമലായിക്കോളും. പിന്നെ പാലെല്ലാം കൊടുത്ത് ഭക്ഷണമെല്ലാം കൊടുത്ത് മോള് ശരിയായി. വെള്ളമെല്ലാം കുറേ കുടിച്ചു മോള്. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം എന്നെപ്പോലെ പലർക്കും ചിലപ്പോൾ തെറ്റ് പറ്റും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ
നമ്മൾ തന്നെ ഇല്ലാതായി പോകുന്നു തോന്നിപ്പോകുന്ന സമയമാണത്. കാരണം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതെന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചൂടാകുമ്പോഴത്തേക്കിന് AC റൂമിൽ നമ്മൾ ഇരിക്കും. കുട്ടികളായാലും നമ്മൾ വലിയവരായാലും AC റൂമിലിരിക്കും. പുറത്ത് പോകുന്നവർക്ക് ഈ ടെൻഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ വെള്ളം കുടിച്ചു പോകും അറിയാണ്ട് ചൂട് കൊള്ളുമ്പോഴത്തേക്കിന്. ഈ AC റൂമിലിരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ദാഹിക്കുന്നില്ല തീരെ. അപ്പോൾ നമുക്ക് ഈ ദാഹിക്കാത്തപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. കാരണം AC റൂമിൽ നല്ല തണുപ്പല്ലേ, ആ വെള്ളം കുടിക്കുന്നില്ല. മോൾക്ക് പറ്റിയതോ അതാണ്. പിന്നെയാണ് മനസ്സിലായത്. കാരണം ഇവരിങ്ങനെ ഇപ്പുറത്തെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാറുണ്ട്. നമ്മൾ ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങി വെക്കാറുണ്ട്. കാരണം അവരെന്നെ എടുത്ത് കുടിച്ചോളുമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം നമ്മളെ കാത്തിരിക്കേണ്ട, ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ മറന്നോ, മക്കളെല്ലാം എടുത്ത് കുടിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇത് ബെഡ്റൂമിൽ തന്നെ അങ്ങനെ ഇരുന്നതുകൊണ്ട്, AC തന്നെ ഇരുന്നതുകൊണ്ട് ഇവർക്ക് ദാഹം തോന്നില്ല. ഇവർ കളിയിൽ തന്നെ ആയിപ്പോയി. ആ സമയത്താണ് മോൾക്ക് ഡീഹൈഡ്രേഷനാണ് ആയത്. അപ്പോൾ അറിയാലോ, നമ്മുടെ ശരീരത്തിൽ വെള്ളം വറ്റിപ്പോയാൽ എന്തും സംഭവിക്കാം. ചൂടല്ലേ, നല്ലോണം താങ്ങാൻ പറ്റാത്തത്ര ചൂട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് തീരെ താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. മക്കൾ AC റൂമിലുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും AC ഇട്ട് വെച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. ചിലയിടത്ത് കിച്ചണിൽ വരെ AC വെക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഫാനും ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ ഞാൻ ഫാനൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ഞാനിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡ് അനുഭവിച്ച സങ്കടം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും അപ്പുറത്തേക്കായിരിക്കും ആ സമയത്ത് ഞങ്ങളെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ മക്കൾ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കണം. കാരണം AC റൂമിലല്ലേ, പിന്നെ നമ്മളായാലും വലിയവരായാലും AC റൂമിലിരിക്കുമ്പോൾ നമുക്ക് തീരെ ദാഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തണുത്ത് പോകുന്നുണ്ട്. ശരീരം ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമെല്ലാം ഇങ്ങനെ കുറഞ്ഞു പോകും. ആ സമയത്ത് എന്തും സംഭവിക്കാം. അതുകൊണ്ട് AC റൂമിലിരുന്നാലും നമ്മൾ അപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ചെറിയൊരു ചൂടുള്ള വെള്ളം ഒരു ഫ്ലാസ്കിലോ മറ്റോ വെച്ചിട്ട് അതപ്പം കുടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. നമുക്ക് തണുത്ത വെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്ലാസ്കിലോ മറ്റോ നമ്മൾ കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടുള്ള വെള്ളം വെച്ചിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ദാഹിക്കുന്നില്ലല്ലോ ഇവിടെ ഇരുന്നിട്ടെന്ന് വെച്ചിട്ട് ആരും വെള്ളത്തിന് അവോയ്ഡ് ചെയ്യണ്ട. കാരണം അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്കായാൽ തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരെന്നെ കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം അവിടെ വെച്ചിരിക്കണം. അവർക്ക് തന്നെ എടുത്ത് കുടിക്കാനുള്ള. അല്ല എങ്കിൽ എന്തായാലും ഉപ്പയോ ഉണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഉപ്പന്മാർ പുറത്ത് പോയിട്ട് പണിയെടുക്കുന്നതാണല്ലേ. എപ്പോഴും വീട്ടിൽ മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ ഉമ്മമാരാണെല്ലാം ശ്രദ്ധിക്കുന്ന അമ്മമാർ. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അവർക്ക് സമയാസമയങ്ങളിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പിന്നെ നിൽക്കാൻ പറ്റും. വെള്ളം ഇല്ലാതായിപ്പോയാലും പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് ഫലമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ നമ്മൾ കുറച്ച് പുറത്തെല്ലാം മക്കളെ കൊണ്ടുപോയി. നമ്മൾ തീരെ പുറത്തിറങ്ങാറില്ല. അന്നൊരു ദിവസം പുറത്ത് പോയിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് തിരിച്ചു വന്നതാണ് മക്കൾ. അപ്പോൾ ഷാർജയിൽ കുറച്ച് ആളില്ലാത്ത കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം പുറത്തെ കാറ്റിലും കുറച്ച് കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് കളിപ്പിച്ചതാണ്. നമുക്കൊക്കെ ഒരു സന്തോഷമായി. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പർദ്ദയെല്ലാം ഞാൻ ഇട്ടിട്ടു ഹസ്ബൻഡും എല്ലാം ഇറങ്ങിയത്. പക്ഷേ വഴിയിലെത്തുമ്പോൾ മോള് നല്ല ഉഷാറായി, അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ വെറുതെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയാലും അതിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അത്ര സേഫ് അല്ലല്ലോ കുട്ടികളെല്ലാം കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ മോക്ക് നല്ല പേടിയുണ്ട്, കരയുന്നുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ വെക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ച മോക്കും കുറച്ച് സന്തോഷം കിട്ടട്ടെന്ന് പറഞ്ഞിട്ട് പുറത്തെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി. കുറച്ച് ടോയ്സെല്ലാം നമ്മൾ തന്നെ പുറത്ത് പോയിട്ട് വാങ്ങിയതാണ്. അവരെ പുറത്തൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവരെ ഷാർജയിൽ കുറച്ച് നല്ല സ്ഥലം ഉണ്ടായിരുന്നു, കണ്ടല്ലോ ആ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ അവരെല്ലാം കുറച്ച് കാറ്റും വെളിച്ചമെല്ലാം കുറച്ച് കൊള്ളണമല്ലോ. എന്തായാലും അടിച്ചുപൂട്ടിയിരിക്കും നാടല്ലല്ലോ. നാട്ടിലാണെങ്കിൽ സ്വന്തം മുറ്റത്തെങ്കിലും പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് കുറച്ച് സമാധാനം കിട്ടും. ഇവിടെ ഈ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടലാണ്. ശരിക്കും നമുക്ക് നല്ലോണം മടുപ്പ് തോന്നുന്നുണ്ട്. ശരിക്കും നല്ലോണം മടുപ്പ് തോന്നുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലെത്തിയാൽ മതിയും തോന്നുന്നുണ്ട്. ഇപ്പോൾ അത്രയ്ക്കും മടുത്തു പോയി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പുറത്തെല്ലാം പോയിട്ടൊന്ന് തിരിച്ച് വന്നതാണ്. നമ്മൾ സേഫാണ്, അൽഹംദുലില്ലാ.
അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക, മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക, വെള്ളം കുടിച്ചോന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇവിടെയുള്ളവരോടാണ് എനിക്ക് നല്ലോണം പറയാനുള്ളത്. ചൂടിന് നല്ലോണം ശ്രദ്ധിക്കുക. നാട്ടിലായാലും ചൂട് വരുമ്പോഴത്തേക്കിന് ഇതുപോലെയാണ് അവസ്ഥ. പക്ഷേ നാട്ടിലെങ്കിൽ നമ്മൾ പുറത്തെല്ലാം അധികം പോകില്ല, അപ്പോൾ നമുക്ക് ചൂടെല്ലാം തട്ടും. ഇവിടെ ആകുമ്പോൾ അധികം നമ്മൾ AC റൂമിലാണ് ഇരിക്കുന്നത്. ഗൾഫിലുള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ വലിയവരായാലും കുട്ടികളായാലും നമ്മൾ ചൂടായിപ്പോയാൽ പെട്ടെന്ന് AC ഓൺ ചെയ്യും, നമ്മൾ ഇരിക്കും. കുറേ സമയം AC റൂമിലായിരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. AC നമ്മളെ ശരീരത്തിന് ഗുണമുണ്ട് ദോഷമുണ്ട്. നമുക്ക് തീരെ ദാഹിക്കുന്നില്ല AC റൂമിലിരിക്കുമ്പോൾ. വണ്ടിയിലെല്ലാം നമ്മൾ പോകുമ്പോൾ AC ഇട്ട് വെച്ചാൽ ചിലപ്പോൾ ദാഹമെല്ലാം വരാറുണ്ട്. കാരണം പുറത്ത് നല്ല ചൂട് നമുക്ക് എന്തായാലും കിട്ടിപ്പോവും. ഇവിടെ റൂമിലാകുമ്പോഴത്തേക്കിന് AC ഇട്ട് വെച്ചാൽ നമുക്ക് അറിയുന്നില്ല. പിന്നെ നമ്മൾ വലിയവരെ പോലെയല്ല, കുട്ടികൾക്ക് തീരെ അറിയില്ല ദാഹം ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തോ. അവരെ കളിയിലായിരിക്കും അവരെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. എനിക്ക് തെറ്റുപറ്റിയത് അവിടെയാണ് നിന്ന്. ഞാനും തെറ്റുകാരിയാണ് നിന്ന്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനായിരുന്നല്ലോ മോളെ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം കൊടുക്കുന്നതിൽ കുറച്ച് ഇത് കാണിച്ചത് കൊണ്ടാണ്. കാരണം AC റൂമിലല്ലേ, മോള് പറഞ്ഞുമില്ല, ഞാനായിട്ട് അറിഞ്ഞുമില്ല. അതുകൊണ്ടാണ് വലിയൊരു ആപത്തുനിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഞങ്ങൾ അനുഭവിച്ച സങ്കടം ആർക്കും വന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. കാരണം ആ സമയത്ത് ഞങ്ങൾ എങ്ങനെയോ ഭാഗ്യത്തിലാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത്, പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങോട്ടെല്ലാം പോയിന്ന് മാത്രം, ഈ കാഴ്ച കാണുന്നത് നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. ദുബായിലെല്ലാം പോയിന്ന് മാത്രം. കാരണം കുട്ടികൾക്കൊന്ന് മനസ്സ് ഫ്രീ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. തീരെ പുറത്തിറങ്ങാത്തപ്പോൾ അവർക്ക് നല്ല ഇതുണ്ട്, ടെൻഷനുണ്ട് എല്ലാ കാര്യത്തിലും. വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുമ്പോഴത്തേക്കിന് ആരെയും കാണുന്നില്ലല്ലോ, കുടുംബങ്ങളെ ആരും കാണുന്നില്ല, ആരും വരുന്നില്ല വീട്ടിലേക്ക്. വരാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് ആരും വരാറില്ല, കസിൻസോ ആരും വരാറില്ല വീട്ടിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വണ്ടിയിൽ തന്നെ കറങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് എല്ലാവരും ഒന്ന് പുറത്തെല്ലാം ഇറങ്ങുക. ആൾക്കാരടുത്ത് പോകേണ്ടത് മാത്രം, മാളിലോ അല്ലെങ്കിൽ വേറെ ഒരു ഹോസ്പിറ്റലിലോ അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ടത് മാത്രം. അല്ലാതെ നമ്മളെ വണ്ടിയിൽ പുറത്തൊന്ന് ഇറക്കിയിട്ട് നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് പോയിട്ട് കൊണ്ടുവരുന്നതിന് ഒരു പ്രശ്നമില്ല. ഭക്ഷണമെല്ലാം അവർ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയാലും മതിയാവും. അങ്ങനെയെല്ലാം കൊണ്ടുപോയാൽ കുട്ടികൾക്ക് കുറച്ച് ടെൻഷൻ മാറിക്കിട്ടും. നമ്മളെക്കാളും കുട്ടികൾക്കായിരിക്കും പുറത്തിറങ്ങാതെ അപ്പോൾ ഉള്ള ഒരു സങ്കടം എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഒരു കല്യാണം കണ്ടു. കല്യാണത്തിന് അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ 50 പേരെല്ലാം വേണമെന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടെ ഒരു 10 ആളെങ്കിലും ഇല്ലയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാമല്ലോ അല്ലേ. മണവാട്ടിനെല്ലാം കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്.